Dear friends, എല്ലാവർക്കും എൻ്റെ അഗ്രോഗ്രീൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബോൺസായി ചട്ടി ഈസി ആയിട്ട് കല്ലുകൾ ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സിമന്റ്, മണലില്ലെങ്കിൽ പാറപ്പൊടി ഉപയോഗിക്കാം. 1:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ചട്ടിയാണോ ഉണ്ടാക്കുന്നത്, ഏത് സൈസ് ചട്ടിയാണോ ഉണ്ടാക്കുന്നത്, ആ ചട്ടിയുടെ അളവിലുള്ള പ്ലാസ്റ്റിക് പാത്രം ഇതുപോലുള്ള ഒരു പാത്രം എടുക്കുക. അതിനുശേഷം അതിനുള്ളിൽ ഓയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലെ പാചകത്തിന് ഉപയോഗിക്കുന്ന ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എഞ്ചിൻ ഓയിലാണ്. നമുക്ക് എഞ്ചിൻ ഓയിൽ, വണ്ടികളിലൊക്കെ ഓയിൽ മാറ്റിയതിന് ശേഷം വേസ്റ്റ് വരുന്ന കരി ഓയിൽ എന്ന് പറയും, ആ എഞ്ചിൻ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ആർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് മെറ്റിലാണ്. അതായത് കല്ലുകളുണ്ടല്ലോ, പാറക്കഷ്ണങ്ങൾ, ആ കഷ്ണങ്ങളാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ആദ്യം ഇതിൻ്റെ ബേസിൽ നമുക്ക് കുറച്ച് സിമൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബോട്ടിലിൻ്റെ അടപ്പ്, നമ്മൾ മിനറൽ വാട്ടറിൻ്റെയോ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നതിൻ്റെയോ ആ ബോട്ടിലിൻ്റെ അടപ്പ് എടുത്ത് നമുക്ക് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. അത് നമുക്ക് വളരെ എളുപ്പം നമുക്ക് ആ ഹോളിന് വേണ്ടിയിട്ടാണ് നമുക്ക് അത് വെച്ച് കൊടുക്കാം. എപ്പോഴും ഇതുപോലെ ചട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ അടപ്പോ അല്ലെങ്കിൽ ഹോസിൻ്റെ കഷ്ണം, നമ്മൾ പൈപ്പ് ഉണ്ടല്ലോ, ആ ഹോസിൻ്റെ കഷ്ണം വെട്ടി വെച്ച് കൊടുത്താലും മതിയാവും. പെട്ടെന്ന് തന്നെ ഹോൾ ഇടുന്നതിനും സാധിക്കും. നമ്മുടെ അടിഭാഗത്ത് എത്രത്തോളം സിമെൻറ്റിൻ്റെ കനം വേണം എന്നും എളുപ്പം മനസ്സിലാക്കാനും ഈ ഹോസോ ഇതുപോലുള്ള അടപ്പുകളോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ചട്ടി ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള. ആ വീഡിയോകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റിലാണ്. വീട് പണിക്കും വാർക്കാനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റലിൻ്റെ പീസുകൾ, മെറ്റൽ കഷ്ണങ്ങൾ, ആ ചെറിയ കഷ്ണങ്ങൾ ഇതിൻ്റെ സൈഡിലായിട്ട് നിരത്തുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് നല്ലതുപോലെ കഴുകിയ മെറ്റൽ ഉപയോഗിക്കാം. ഇതുപോലെയുള്ള മെറ്റൽ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് നിരത്തി കൊടുക്കാം. അതിനുശേഷം ചെറിയ സ്പൂണോ മറ്റോ ഉപയോഗിച്ച് നമുക്ക് ഈ മെറ്റൽ നിരത്തിൻ്റെ ഇടഭാഗങ്ങളിലോട്ട് സിമൻറ്റ് തേച്ച് പറ്റിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കിയതിന് ശേഷം അതിനിടയിലൊക്കെ സിമൻറ്റ് തേച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതേ മെത്തേഡ് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ചട്ടിയുടെ പുറം ഭാഗത്ത് സിമൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ മെറ്റൽ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മുകൾ ഭാഗം വരെ നമ്മൾ ഇതുപോലെ ആ മെറ്റിൽ അടിക്കിയതിന് ശേഷം ഇതുപോലെ ആ ഇടഭാഗങ്ങളിലൊക്കെ സിമൻറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്നതാണ്. പിറ്റേന്ന് നമുക്ക് ഇതുപോലെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ചട്ടി റെഡിയാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ അടിച്ചിരിക്കുന്നത് ബ്ലാക്ക്
വാട്ടർ പെയിൻ്റാണ്, നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ പെയിൻ്റാണ്. അതിനുശേഷം ഒരു റെഡ് കളർ കൂടി ഇടയ്ക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി മനോഹരമാക്കണമെങ്കിൽ വാർണിഷ്, ക്ലിയർ വാർണിഷ് കിട്ടും. ആ വാർണിഷ് അടിച്ചു കഴിഞ്ഞാൽ നല്ല തിളക്കമുള്ള ചട്ടിയായിട്ട് ഇത് മാറുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെയധികം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചട്ടിയാണിത്. അതിനുശേഷം നമുക്ക് ഇതിൽ ആ ഹോളിൽ കല്ലൊക്കെ വെച്ച് വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഹോളൊക്കെ ഇട്ട് നല്ല കല്ലൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് മണ്ണ്, മണൽ, ചാണകപ്പൊടി, ഈ കുറച്ച് എല്ലുപൊടി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. എപ്പോഴും മണൽ കൂടുതൽ, ബോൺസായിക്ക് മണൽ കൂടുതൽ ഇടാൻ ശ്രമിക്കുക. കാരണം നല്ല രീതിയിൽ വേരോട്ടം കിട്ടുന്നതിനും എല്ലാം മണൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് പ്ലാന്റ് നടാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ജാഡ് പ്ലാന്റ് എന്ന് പറയുന്നതാണ്. ബോൺസായിക്ക് വളരെയധികം നല്ല ഒരു പ്ലാന്റാണ് ഈ ജാഡ് പ്ലാന്റ്. പക്ഷേ വളർച്ച കുറവാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമേ ഇത് നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 വർഷം പഴക്കമുള്ള ഒരു ചെടിയാണ്. ഞാൻ കമ്പിയും വയറൊക്കെ വെച്ച് കെട്ടി ഒരു ഷേപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. ഇനി ഇത് പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ ആക്കിയെടുക്കേണ്ടി ഇരിക്കുന്നു. അപ്പോൾ ഈ ചെടിയാണ് ഞാൻ ഇത് നട്ടുകൊടുക്കുന്നത്. ഇപ്പോൾ നഴ്സറികളിലൊക്കെ ഈ ജാഡ് പ്ലാന്റ് കിട്ടാനുണ്ട്. നേരത്തെ വളരെ ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു ഈ ജാഡ് പ്ലാന്റ്. അപ്പോൾ ഇതുപോലെ നട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നല്ല രീതിയിൽ വേരൊക്കെ പിടിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് നിർത്താവുന്നതാണ്. ഇത് സ്ലോ ഗ്രോത്ത് ഉള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇതിന് മുകളിൽ നിങ്ങൾക്ക് പെബിൾസൊക്കെ ഇട്ട് മനോഹരമാക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.